കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനം വ്യക്തമാക്കുന്നു. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കാൽവരി കുരിശിൽ നമുക്കായി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവവചനമാകുന്ന യേശു ക്രിസ്തു ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്നു. സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തന്റെ സ്നേഹം അവിടുന്ന് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ അടയാളമായ യേശു ക്രിസ്തുവിനെ ദൈവമായി നാം ആരാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതായത് ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ യേശു ഉണ്ടായിരുന്നു. വചനമാകുന്ന യേശു മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനും പാടി സ്തുതിക്കുവാനുമുള്ള ഒരു മനസ്സും ഹൃദയവും നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഇല്ലായ്മയിൽ നമ്മോടൊത്ത് നിൽക്കുന്ന യേശു നമുക്ക് വേണ്ടി രക്തത്തിൽ മുക്കിയ മേലങ്കി അണിയേണ്ടി വന്നു. സ്നേഹമുള്ളവരെ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം നമുക്കേവർക്കും നൽകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഇന്ന് എന്നെ കഴുകണം. എന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. എന്നോട് കരുണ തോന്നണമേ. യേശുവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണം. അവിടുന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരിക്കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിന്റെ നിഴലായി ഞാൻ നിൽക്കാം. കാൽവരിക്കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിന്റെ നിഴലായി ഞാൻ നിൽക്കാം. ഇരുൾ മൂടിയോരൻ കറകളെ കഴുകി യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. കാൽവരിക്കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിന്റെ നിഴലായി ഞാൻ നിൽക്കാം. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് വഹിച്ചു. ഞങ്ങളുടെ രോഗങ്ങൾ അവിടുന്ന് നീക്കി. ഈശോയെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. ഞങ്ങൾ അവിടത്തോട് മാപ്പ് ചോദിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ബലിയായി മാറിടും നിന്നിണമേനിയിൽ കണ്ടു ഞാൻ പ്രാണന്റെ വേദനകൾ. ബലിയായി മാറിടും നിന്നിണമേനിയിൽ കണ്ടു ഞാൻ പ്രാണന്റെ വേദനകൾ. എന്നുടെ പാപങ്ങൾ
കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. കർത്താവായ യേശു, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. കളങ്കമില്ലാത്ത അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങളിതാ തിരിച്ചറിയുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ തക്കവിധം ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് അവിടെ ഞങ്ങളെ സഹായിക്കണം. കുരിശു ചുമന്നു തളർന്നൊരു സ്നേഹമേ, നിന്മാറിലെന്നെ ചേർക്കണമേ. കുരിശു ചുമന്നു തളർന്നൊരു സ്നേഹമേ, നിന്മാറിലെന്നെ ചേർക്കണമേ. മാറുപിളർന്നൊരാ ചങ്കിലെ ചോരയാൽ മാപ്പേകി എന്നെ നീ കഴുകേണമേ. മാറുപിളർന്നൊരാ ചങ്കിലെ ചോരയാൽ മാപ്പേകി എന്നെ നീ കഴുകേണമേ. ആമേൻ. ഹല്ലേലൂയ. കാൽവരിക്കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. ഇരുൾ മൂടിയൂരൻ കറകളെ കഴുകി യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. കാൽവരിക്കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. കർത്താവായ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.